ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ തുടക്കമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തും. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. മെറിൻ, ഗുഡ് മോർണിംഗ്. മെറിൻ, ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എത്രയോ നാളുകളായി. ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് റിജിത്ത്. 21 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു അവസാനമാകും, അല്ലെങ്കിൽ താൽക്കാലിക വിരാമമാകുമെന്നുള്ള ഒരു പ്രതീക്ഷകളാണ് ലോകത്തിനിപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ഇവർ തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ചകൾ എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇത് മൂന്നാം തവണ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം, രണ്ടാം തവണ അധികാരത്തിലെത്തിയ ശേഷം ഇത് മൂന്നാം തവണയാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഹമാസ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു 60 ദിവസത്തെ വെടിനിർത്തൽ. ഈ ഒരു വെടിനിർത്തലിനോട് ചർച്ചയാകാം, ഈ നിർദ്ദേശങ്ങളിൽ ചർച്ചയാകാമെന്ന് തന്നെയാണ് ഹമാസ് പ്രതികരിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനുശേഷം ഈ നെതന്യാഹുവിന്റെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയെല്ലാം തന്നെ ബീച്ച് കഫേയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇസ്രായേൽ ഇപ്പോൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹൂതി കേന്ദ്രങ്ങളായ 3 തുറമുഖങ്ങൾക്ക് നേരെയാണ്, അതായത് ഹൊദൈദ, സെയ്ഫ്, റാസിസ എന്ന തുറമുഖങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു ഊർജ്ജ കേന്ദ്രത്തിന് നേരെയും ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്ന പേരിലാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ചില ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു എതിർപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു കണ്ടിട്ടില്ല. പക്ഷേ അതിനോടൊരു ആ ഉപാധികളെ അംഗീകരിക്കാൻ തക്ക തരത്തിലാണോ ഇസ്രായേൽ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന സമീപനം? അത് ഈ സമാധാനത്തിനുള്ള ചർച്ചകളെ ബാധിക്കുന്ന തരത്തിലാണോ? ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളും വിശകലനങ്ങളും എങ്ങനെയാണ്? റിജിത്ത്, നേരത്തെ തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം അവിടെ മന്ത്രിസഭ കൂടി അത്തരത്തിലൊരു നിർദ്ദേശമാണ് പുറത്തു വരേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഏറെ നിർണായകമാവുന്നത്. നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇരുവരും ആ നിർദ്ദേശങ്ങളിൽ ഹമാസ് ഭേദഗതികൾ നിശ്ചയിച്ചിരുന്നു. അതായത് ഹമാസ് പറയുന്നത്, ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഹമാസ് നിരായുധീകരിക്കണം, എന്നാൽ മാത്രമാണ് അവിടെ നിന്നും പിൻവാങ്ങുകയുള്ളൂ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൂർണ്ണമായൊരു ധാരണ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ധാരണകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്നാൽ പോലും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു ഗസയിൽ പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിലേക്ക് ഈ 21 മാസം നീണ്ട യുദ്ധങ്ങൾക്ക് താൽക്കാലിക വിരാമം അല്ലെങ്കിൽ ഒരു അവസാനമാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ലോകം. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.